സമയം ലോകത്തെ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഏക വിഭവം. നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾക്കും എനിക്കും സാക്ഷാൽ ഇലോൺ മസ്കിനും 24 മണിക്കൂറാണ് സമയം. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് മാത്രമാണ് നമ്മുടെ വളർച്ച. തീർച്ചയായിട്ടും സമയത്തിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവൻ മാത്രമേ ജീവിതത്തിൽ വിജയിച്ച ചരിത്രവുമുള്ളൂ. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സമയം മാനേജ് ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ സമയത്തിനനുസൃതമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. സമയം കാര്യമായിട്ട് ഉപയോഗിക്കുക. അതിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ടൈം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് പേഴ്സണൽ ലൈഫിലായാലും അത് പ്രൊഫഷണൽ ലൈഫിലായാലും തീർച്ചയായിട്ടും സമയം കാര്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പ്രൊഡക്റ്റീവ് ആവുക എന്നോട് ഉദ്ദേശിക്കുന്നത് ശരി ലൈഫിന് ബെനിഫിറ്റ് ആവുന്ന, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങൾ ചെയ്ത് സ്വയം വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സമയം കാര്യമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തൊരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രൊക്രാസ്റ്റിനേഷനെ പറ്റിയാണ്. കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ കാരണമില്ലാതെ തന്നെ കാര്യങ്ങൾ സുന്ദരമായിട്ട് മാറ്റിവെക്കും. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തു തരുമെന്നുള്ള തെറ്റിദ്ധാരണ അത് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് നമ്മുടേതായ ഒരു റോള് വഹിക്കാൻ തന്നെ ഉണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പ്രൊക്രാസ്റ്റിനേഷൻ ശരിക്കും നമ്മളെ പല കാര്യങ്ങളും തുടക്കത്തിലേ തന്നെ നീട്ടി വെച്ചത് വലിയൊരു വർക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വലിയൊരു ബാധ്യത പോലെ മറ്റുള്ള കാര്യങ്ങളെ കാണേണ്ട ഒരു ഗതികേടിലായിട്ട് നയിക്കും. ടൈം മാനേജ്മെൻറ്റ് വഴി പ്രൊക്രാസ്റ്റിനേഷൻ മാക്സിമം തടഞ്ഞ് അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെച്ച് ഓൺ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനും, അല്ലെങ്കിൽ ഒരുപാട് വലിയ വർക്കാണ്, ഹെവി വർക്കാണെന്നുണ്ടെങ്കിൽ അത് കുറേശ്ശെ ഡെയിലി ചെയ്ത് പോയി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതമാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നമ്മൾ ഒരുപാട് പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാനോ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രാജുവലി നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുന്നതിൽ ടൈം മാനേജ്മെൻറ്റ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ ചെയ്യുന്നതിന് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കും. ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു സമയം മാറ്റിവെച്ച് നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു അലൈൻമെൻറ്റിൻ്റെ ആവശ്യം. നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്ട്രെസ്സിലോട്ട് നയിക്കാനും നമുക്ക് അത് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ്. ജോലിയും ഒരിക്കലും നമ്മുടെ ഫ്രീ ടൈമിനെ ബാധിക്കാനോ നമ്മുടെ വീട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാകാനോ പാടില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പേഴ്സണലി ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സമയം ആണ് നമ്മെ കൺട്രോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാവപ്പെട്ടവനും പണക്കാരനും ഉണ്ട് ഇവിടെ. നമ്മൾ ഇതൊക്കെ ആയിത്തീരുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെ നമ്മുടെ സമയം നമ്മളിപ്പോൾ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ എന്തായിത്തീരുന്നു എന്നതുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമയം കാര്യമായിട്ട് ഉപയോഗിക്കുന്നവർ ആരാണോ ലൈഫിൽ വിജയിക്കുന്നവനും അദ്ദേഹമായിരിക്കും. സമയം കാര്യമായിട്ട് ഉപയോഗിച്ചവർ മാത്രമേ ലൈഫിൽ എന്തെങ്കിലും നേടിയിട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നേടിയിട്ടുള്ളതായിട്ട് നമുക്ക് അറിവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം കാര്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കുന്ന ഒരു കൂട്ടുകാരനായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.